ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹട്ട്. ഇന്ന് കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അച്ചാറിടാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഈ നെല്ലിക്ക ആദ്യം തന്നെ ഒരു സോസ് പാനിനകത്ത് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് തിളച്ച സമയത്ത് തന്നെ ഈ നെല്ലിക്ക ഒന്ന് ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു. ഇത്രയും നേരം കഴിഞ്ഞതൊന്ന് ഊറ്റിയെടുത്തതാണ്. ഇനി മൊത്തം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഈ ഒരു സൈസിൽ നമ്മളത് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ കഷ്ണമെല്ലാം നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്ത കഷ്ണമൊക്കെ കൂടെ നമുക്ക് പാൻ വെച്ചിട്ട് അടുത്ത മസാലയെല്ലാം ഇടാം. പാന് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കേണ്ടവർക്ക് നല്ലെണ്ണയിലായാലും ഉണ്ടാക്കാം. ഞാൻ പക്ഷേ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചൂടായി അതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് ഇടുക. കടുക് നന്നായി പൊട്ടീന് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, 2-3 പച്ചമുളക്. അതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ കുറച്ചൊരു ഉലുവ ഇടുന്നുണ്ട്. നല്ലപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് സുർക്ക, വിനെഗർ. കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടി, നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക അങ്ങോട്ട് ഇടുകയാണ്. ഇത് ഒത്തിരി ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനകത്തേക്ക് ചാറിന് വേണ്ടിയിട്ട്, ഗ്രേവിക്ക് വേണ്ടിയിട്ട് തിളപ്പിച്ചാർച്ച കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്ത് ഇത് ഒത്തിരി ഇട്ട് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്നും കൂടെ ചൂടായി കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗറും കൂടെ ഇടുന്നുണ്ട്. ഞാൻ ആ കുറച്ച് ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. ഈ സ്വീറ്റ്നെസ് വേണ്ടാന്നുള്ളവർക്ക് ഷുഗറും കൂടെ ഒഴിവാക്കാം. അടിപൊളി നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ നെല്ലിക്ക അച്ചാറാണ്. അപ്പോൾ നാളെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കാര്യം നമ്മൾ നല്ലപോലെ തിളപ്പിച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചതാണ്, ഒരു ഹാഫ് വേവിച്ചതായതുകൊണ്ട് നാളെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നല്ല അടിപൊളി നെല്ലിക്ക അച്ചാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം ഉലുവയാണ് ഇട്ടേക്കണേ. ഉലുവപ്പൊടി വേണ്ടവർക്ക് പൊടിയായിട്ടായാലും ഇടാം.
ഓക്കെ. പഞ്ചസാര ഞാൻ ഇട്ടു, അതൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സ്വീറ്റ് ആൻഡ് സോർ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. എനിക്കത് വേണ്ടാന്നില്ല, അത് ഒഴിവാക്കാം. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നെല്ലിക്കയുടെ അച്ചാർ ഉണ്ടാക്കി വെക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുറത്ത് നല്ല മഴയുണ്ട്, ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.